നമ്മുടെ ശാന്തനും രണ്ടാം ഭാഗം പുത്തൻ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗോമതി ബാലനോട് പറയുന്നുണ്ട്, ആര്യൻ രാവിലെ ജോലിക്ക് പോയി പിന്നെ രാത്രിയാണ് വരുന്നത്, അത്ര നേരം മിത്ര ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ മിത്ര രാത്രി ഇങ്ങനെ പുറത്തിങ്ങനെ ആര്യൻ വന്നോന്നിങ്ങനെ നോക്കാൻ നിൽക്കുമ്പോൾ അവിടെ ചെടിയുടെ ഇടയിൽ കൂടി ഒരാളിങ്ങനെ തോർത്തും തലയിൽ കെട്ടി ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്ന. ശേഷം മിത്ര ഓടി വീട്ടിൽ കയറി കഥകൊക്കെ അടച്ച് ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. മിക്കവാറും അത് ബാലൻ തന്നെ ആയിരിക്കോട്ടെ, നമ്മുടെ ബാലൻ ആകാനേ 100% സാധ്യതയുള്ളൂ. കാരണം ഗോമതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാലൻ തന്നെ നമ്മുടെ മിത്രയ്ക്ക് കാവലായി വന്നിരുന്നതായിരിക്കും. നമ്മുടെ ആ ബാലൻ്റെ സ്നേഹം നമുക്കറിയാലോ അല്ലെ പ്രേക്ഷകരെ. അതിനുശേഷം നമ്മുടെ മിത്ര ആര്യൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഒന്ന് ഫോണെങ്കിലും എടുക്കുക ആര്യ, ഞാൻ വിളിക്കുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു കാര്യം അറിയാവോ, എനിക്കെന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും പറയാൻ ആര്യൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനോട് ആ ഒരു പരിഭവമൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, നമ്മുടെ ബാലൻ തിരികെ ആര്യനെ കൊണ്ട് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അത് മിക്കവാറും നമ്മുടെ വീണ്ടും ചില ആ വീട്ടുകാര്യങ്ങളെ പോലെ നമ്മുടെ തിലകൻ നമ്മുടെ ജയറാമിനെ നന്നാക്കാൻ വേണ്ടി മനഃപൂർവ്വം വീട്ടിൽ നിന്ന് പുറത്താകൂല, അങ്ങനത്തെ ഒരു മുഹൂർത്തമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബാലൻ ആര്യനെ ആ ഒരു സ്വന്തം പ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി മനഃപൂർവ്വം പുറത്താക്കി. എന്നാൽ ഉള്ളിൽ നിറയെ നമ്മുടെ ബാലൻ ആര്യനോട് സ്നേഹവുമാണ് താനും അല്ലെ പ്രേക്ഷകരെ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.